അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് പോലീസുകാരനായ ഞങ്ങളുടെ സ്വന്തം അപ്പോട്ടിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് കോട്ടയം വരെ പോണ കാഴ്ചയാണ് കാണുന്നത്. പുലർച്ചെ 3 മണിക്ക് അണിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉറക്കക്ഷണമുണ്ട്. അപ്പോഴും അടിവാരി നിൽക്കുകയാണ് നമ്മുടെ തേജ. ഉറങ്ങിക്കഴിഞ്ഞ ആറ്റിറ്റ്യൂഡ് പോകുന്നതുകൊണ്ട് ഉറങ്ങാണ്ടിരിക്കുകയാണ് നമ്മുടെ തേജ. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലത്ത് ഏതോ ഒരാളുടെ പറമ്പിൽ മൂത്രജലം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജനും തേജനും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരത്തെ യാത്രക്കൊടുവിൽ ഡെസ്റ്റിനേഷൻ എത്തിയ ഉടനെ പെണ്ണ് വീട്ടുകാർ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതും അടുത്തത് കല്യാണ പെണ്ണിന്റെ മാസം എൻട്രി ആയിരുന്നു. അങ്ങനെ സ്റ്റേജിൽ കയറി കുറച്ചേരം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതും അപ്പോട്ടൻ അങ്ങോട്ട് ലോക്കായി. അപ്പോട്ടന്റെ താലികെട്ട് കണ്ടത് തേജനും രാജനും കാന്താര സിനിമയിലെ ഋഷഭ് ഷെട്ടിന്റെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞത് നേരെ പോയത് സദ്യ കഴിക്കാനാണ്. പാലക്കാടിലെ സദ്യയും കോട്ടയത്തെ സദ്യയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടെന്ന് അവിടെ കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ സദ്യയും കഴിച്ചിട്ട് നിങ്ങൾ നേരെ പാലക്കാടിലോട്ട് റിട്ടേൺ അടിക്കാൻ തീരുമാനിച്ചു. വണ്ടി കയറി ഉടനെ അമ്മമാരും പിള്ളേരും കൂടെ ഒടുക്കത്തെ കളിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇരുന്നുകൊണ്ട് കളിക്കുകയാണ് നമ്മുടെ സ്വന്തം പൊക്കി തേജൻ. അത്ര നേരം നോക്കി നിന്നത് അപ്പോട്ടനും നൃത്തച്ചുവടുകൾ വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ശ്യാമ ഗസ്റ്റ് റോളിൽ എത്തിയത്. ചായ പോലും കുടിക്കാത്ത ശ്യാമ ഏതോ മുഴുക്കുടിന്റെ ബാധകേരിയ പോലെ കളിച്ചുകൊണ്ടിരുന്നു. ശ്യാമിന് മത്സരം എന്ന രീതിയിൽ കൂട്ടത്തിൽ ചെറുത് അങ്ങോട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ടുള്ള ഡാൻസിൽ മൊത്തം സ്കോർ ചെയ്തത് നമ്മുടെ ചെക്കനാണ്. അവന്റെ കൂട്ടിൽ അവന്റെ സിസ്റ്ററും കൂടി ചേർന്നപ്പോ മത്സരം അങ്ങോട്ട് കൊഴുത്തു. അങ്ങനെ ഡാൻസ് കളിച്ച് അവസാനം ഞങ്ങൾ നാട്ടിലെത്തി. സോ ഗായ്സ്, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇതുപോലത്തെ നല്ല കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.